CIET, NCERT അവതരിപ്പിക്കുന്ന പരിപാടി കട പോയി വീട്ടിലേക്ക്. ജ്യേഷ്ഠയിലെ കത്തുന്ന മധ്യാഹ്നം. അനോഖി തന്റെ വീട്ടുമുറ്റത്ത് കുറെ കീറിയ പഴയ ചാക്കുകളുമായി ഇരിക്കുകയായിരുന്നു. അനോഖി, നീ എന്താണ് ചെയ്യുന്നത്? വരൂ വിമല, വീട്ടിൽ കുറെ പഴയ ചാക്കുകൾ വച്ചിട്ടുണ്ടായിരുന്നു. ഇവ കൊണ്ട് തിണ്ണയിൽ വിരിക്കാനായി ഇരിപ്പിടമുണ്ടാക്കാമെന്ന് വിചാരിച്ചു. വിമല കണ്ടു അനോഖി ചാക്കുകൾ തുന്നിക്കെട്ടി അതിനുമീതെ പട്ടുവാ പുല്ലുകൊണ്ട് അതിമനോഹരമായ കലാസൃഷ്ടി ചെയ്ത് ഇരിപ്പിടം ഉണ്ടാക്കുന്നത്. കൊള്ളാമല്ലോ അനോഖി, നീ ശരിക്കും അതുല്യാണ്. നീ ഇത്രയും മനോഹരമായ എംബ്രോയിഡറി ചെയ്ത് ഈ പഴയ ചാക്കുകൾ തികച്ചും പുതിയതുപോലെയാക്കി. ഇതിലെന്താ ഇത്ര വലിയ കാര്യം? ഈ ജോലി ഞാൻ വർഷങ്ങളായി ചെയ്യുന്നതാണ്. ഓഹോ, എടി നിനക്കറിയില്ല ലോകമെമ്പാടും ഈ അതുല്യമായ കലയെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. സത്യാണോ? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നിന്റെ ഈ കല നിന്റെ വരുമാനമാർഗമാക്കാനും സാധിക്കും. അത് കൊള്ളാം. ഈ ചാക്കുകളിൽ ചെയ്ത എംബ്രോയിഡറിയും നമ്മുടെ വരുമാനമാർഗമായേക്കാമെന്നോ? ആ, തീർച്ചയായും. ശരി, ഒരു കാര്യം ചെയ്യ്. നീ ഇതുവരെയായി എംബ്രോയിഡറി ചെയ്തിട്ടുള്ള എല്ലാ ചാക്കുകളും എടുത്തോണ്ട് വരൂ. ശരി, ഇപ്പൊ എടുത്തോണ്ട് വരാം. അല്പസമയത്തിനകം അനോഖി തന്റെ മുറിയിൽ നിന്ന് ധാരാളം മനോഹരമായ ചാക്കുകൾ കൊണ്ടുവന്നു. വിമല ഒന്നൊന്നായി എല്ലാത്തിൻ്റെയും ഫോട്ടോയെടുത്ത് അവ തന്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. അതോടൊപ്പം ഇതുകൂടി എഴുതി: എന്റെ സുഹൃത്ത് അനോഖിയുടെ അതുല്യമായ ചിത്രത്തുന്നൽ. നിങ്ങൾക്കും ഇവ കൊണ്ട് നിങ്ങളുടെ വീട് അലങ്കരിക്കണമെന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇതയച്ചു. അല്പസമയം കൊണ്ട് വിമലയുടെ സോഷ്യൽ മീഡിയയിൽ അനോഖിയുടെ ജോലിക്ക് പ്രശംസ കിട്ടാൻ തുടങ്ങി. ആഹാ, എത്ര സുന്ദരമായ ചിത്രത്തുന്നലാണ് ചെയ്തിരിക്കുന്നത്. ആഹാ, എത്ര സുന്ദരമായ ചിത്രത്തുന്നലാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ അനോഖി, എത്രയോ പേരാണ് ഈ മനോഹരമായ ചാക്കുകൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നത്. സത്യമാണോ വിമല? ആളുകൾ ശരിക്കും ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഹാ, ഉണ്ട്. ഇതാണ് സോഷ്യൽ മീഡിയയുടെ അത്ഭുതം. ഫോൺ ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല, ഇപ്പോഴത് ബാങ്കും കടയും സ്കൂളും ഒക്കെയാണ്. അതെയോ? അങ്ങനെയെങ്കിൽ എന്നെയും പഠിപ്പിക്ക്. നീ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്തതെന്ന്. ആഹാ, തീർച്ചയായും. നീ നിന്റെ മൊബൈൽ ഫോൺ ഒന്ന് തരൂ. ഇപ്പൊ കൊണ്ടുവരാം. വിമലയുടെ സഹായത്താൽ അനോഖിയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ പഠിച്ചു. പിറ്റേന്നു തന്നെ അവൾ തന്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ വീഡിയോയും കുറെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. അനോഖിയുടെ ഈ കലയുടെ ചിത്രങ്ങൾ ഏതാനും ദിവസത്തിനകം ആയിരക്കണക്കിന് ആളുകൾ കണ്ടു. നിരവധി ആളുകളാണ് അവളുണ്ടാക്കിയ വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിച്ചത്. സുരക്ഷിതമായ രീതിയിൽ തന്റെ കല ലോകമെമ്പാടുമുള്ള ജനങ്ങളുമായി എങ്ങനെ ഷെയർ ചെയ്യാമെന്ന് അനോഖി ക്രമേണ പഠിച്ചെടുത്തു. അവളുടെ വിജയഗാഥ സമീപ പ്രദേശങ്ങളിലേക്കും എത്താൻ തുടങ്ങി. ധാരാളം സ്ത്രീകൾ ഇപ്പോൾ അവളിൽ നിന്ന് ഇതെല്ലാം പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അനോഖിയുടെ ഈ പരിശ്രമം ഇപ്പോൾ അവളിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ഇപ്പോൾ അവളോടൊപ്പം ഈ യാത്രയിൽ വേറെയും സ്ത്രീകൾ ചേർന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് അവൾ മറ്റു സ്ത്രീകളെയും തന്റെ കലയും സോഷ്യൽ മീഡിയയുടെ ശരിയായ ഉപയോഗവും പഠിപ്പിക്കുന്നു. ഇപ്പോൾ കട വീട്ടിൽ വന്നു കഴിഞ്ഞു. ഒപ്പം തന്നെ അവളുടെ സ്കൂളും വീട്ടിൽ നിന്നു തന്നെ പ്രവർത്തിക്കുന്നു. നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് NCERT അവതരിപ്പിച്ച പരിപാടി കട പോയി വീട്ടിലേക്ക്. വിവർത്തനവും റെക്കോർഡിംഗ് സംവിധാനവും ക്ലാപ്പർ എന്റർടൈൻമെന്റ്. പ്രോഗ്രാം കോർഡിനേറ്റർ പ്രൊഫസർ ഉഷ ശർമ്മ. അക്കാഡമിക് സപ്പോർട്ട് യചന ഗുപ്ത.